ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഷോപ്പിംഗ് കാണാം കുറച്ച്, പിന്നെ ഷവായ ചിക്കൻ്റെ റെസിപ്പിയും. ഷവായ ചിക്കൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ, നല്ല സിമ്പിൾ റെസിപ്പിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ നമ്മളെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻസൊക്കെ പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഷവായ ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഇതാ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്, നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇനി ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് വെള്ളമൊക്കെ കംപ്ലീറ്റ് തുടച്ചെടുക്കണം. വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ചിക്കന് മേലെ ഇങ്ങനെ കുത്തി കൊടുക്കുക. ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കാം. 1.5 സവാള, 2 ചെറിയ തക്കാളി, ഒരു വലിയ പച്ചമുളക്, 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 1/2 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. എല്ലാം കൂടി ഇതാ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതിലിപ്പോൾ നമ്മൾ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യണില്ല. ഇത് കറക്റ്റ് ഒരു അറബിക് ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഗരം മസാല പിന്നെ ചില്ലി പൗഡർ അതൊന്നും യൂസ് ചെയ്യണില്ല. നമുക്ക് ഷവായ ആ ഒരു ഇന്ത്യൻ ടേസ്റ്റിലും ഉണ്ടാക്കാം കേട്ടോ, ചില്ലി പൗഡറും ഗരം മസാല ഒക്കെ യൂസ് ചെയ്തിട്ട്. ഇൻഷാ അല്ലാ അത് ആ ഒരു റെസിപ്പി പിന്നെ എപ്പോഴെങ്കിലും ഞാൻ കാണിക്കാം. ഈ ഒരു റെസിപ്പി അത്ര സ്പൈസി അല്ല, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ നിങ്ങൾക്ക് ഷവായ ഇഷ്ടമാണോ ഇല്ലയെന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ, വീട്ടിൽ ട്രൈ ചെയ്തിക്കണമെന്നൊക്കെ. ഇല്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ ഇതാ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ 2 ലെഗും ഒന്ന് കൂട്ടി കെട്ടിക്കൊടുക്കണം. അതിനായിട്ട് ഞാനിതാ ഒരു കട്ടിയുള്ള നൂലെടുത്തിട്ടുണ്ട്. നേരിയ നൂലാണെങ്കിൽ ഒന്ന് 2-3 വട്ടം ചുറ്റി കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ഈ ലെഗൊന്നും കെട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഓവണിൽ വെക്കുമ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇതാ ഇപ്പോൾ ലെഗ്സൊക്കെ നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലുള്ള വിങ്സ് ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക. ആ ട്രേയിൽ വന്നിട്ടുള്ള ബാക്കി മസാലയും കൂടി ഞാൻ അതിൻ്റെ മേലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാനിത് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാണ്. എന്നിട്ട് ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. ഫ്രീസറിൽ ഒരു 5-6 മണിക്കൂർ എന്തായാലും വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ ഏകദേശം ടൈം ആയിട്ടുണ്ട്. ഞാനിവിടെ 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ 2 മണിക്കൂർ മുമ്പ് പുറത്ത് വെക്കുക, നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ. ഇനി ഇത് നമുക്ക് റോട്ടിസോറിയിലേക്ക് വെക്കണം. 2 സൈഡിലും ക്ലിപ്പ് ഉണ്ട്, അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ടാണ് ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഒരു സൈഡ് നന്നായിട്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കിയതിന് ശേഷം ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കുക.
ഇനി മറ്റേ സൈഡിലും അതുപോലെ തന്നെ നന്നായിട്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കുക. ഇനി ചിക്കൻ നമ്മൾ ഈ ഒരു ഹാൻഡിൽ വെച്ചിട്ട് ഓവണിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഓവണിൽ ചെയ്യുന്നത്. ഇത് പുതിയ ഓവണാണ്, അപ്പോൾ അതിൻ്റേതായൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ശരിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഓവൻ ക്ലോസ് ചെയ്യുക. എന്നിട്ട് 1 മണിക്കൂറാണ് ടൈം വെച്ചിട്ടുള്ളത്. 250 ഡിഗ്രിയിൽ റോട്ടിസോറി ഓപ്ഷനിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് റെഡി ആകുമ്പോഴേക്ക് ഞാനിവിടെ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ മയോണൈസൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചതാണ്. ഈ റെസിപ്പി ഒന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 2 മുട്ട, 2 ടേബിൾ സ്പൂൺ വിനീഗർ, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളി, 1 കപ്പ് ഓയിൽ. ഓയിലിൻ്റെ അളവ് ചിലപ്പോൾ മാറും. നമുക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഓയിൽ ഒഴിച്ചാൽ നല്ല തിക്കായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ പീൽ ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. ചിക്കൻ റെഡി ആകുമ്പോഴേക്ക് കുക്കുംബറും ക്യാരറ്റും ഒക്കെ പ്ലേറ്റിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതാ നമ്മളിപ്പോൾ ഇവിടെ 1 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കൻ എടുക്കാം. ഈ ഒരു ഹാൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ അതിനുള്ളിൽ നിന്ന് എടുക്കുന്നത്. ഇതാ ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കെട്ടി വെച്ചിട്ടുള്ള ആ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇനി ഇതിന് മേലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ക്യാരറ്റും കുക്കുംബറൊക്കെ ജസ്റ്റ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളെ ഷവായ ചിക്കൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് കുബൂസും മയോണൈസും ആണ് ഉള്ളത്. ഇതെന്താ ബക്കറ്റ് ചിക്കനാ? എംപോട്ടിക്കിൻ്റെ ആളാണ്. ഇനി നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് കാണാം. നമ്മളവിടെ തൊട്ടടുത്തുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റാണ് യാര ഹൈപ്പർ മാർക്കറ്റ്. കൂടുതലും നമ്മളെ പർച്ചേസിംഗ് ഒക്കെ ഇവിടെ നിന്നാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ നിഷ്കാക്കാൻ്റെ സിസ്റ്ററും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി വന്നപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്. ഇതാ ഇവർ സിസ്റ്റർ കുട്ടികളാണ്. പ്രത്യേകിച്ച് വലിയ ആവശ്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഷോപ്പിങ്ങിന് പോകാമെന്നുള്ളത് ഭയങ്കര ഹരമാണ് കേട്ടോ എല്ലാവർക്കും. അങ്ങനെ ഞാനിതാ ഇവിടെ പോയപ്പോൾ നമ്മളെ ബേക്കിംഗ് ട്രേ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കുകയാണ്.
ലഭിക്കാത്തതായി ഇവിടെ കുറേ ചൂലും പിന്നെ അതായത് ക്ലീനിങ് എക്യുപ്മെന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഐസ്ക്രീം സ്കൂപ്പാണ് കേട്ടോ. ഞാൻ ഇതുവരെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്ന് വാങ്ങി. പിന്നെ ഇത് മണ്ണിൻ്റെ കപ്പാണ്, നമ്മളെ ചായ കുടിക്കുന്ന കപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് നോക്കിയുള്ളൂ, വാങ്ങിയിട്ടില്ല. പിന്നെ ഇത് ഇപ്പോൾ ചില വീടുകളിലൊക്കെ കാണാം, മസാല പൗഡേഴ്സൊക്കെ എല്ലാതും കൂടി ഒരുമിച്ച് ഒറ്റൊരു ബോക്സിലാക്കി വെക്കുന്ന ഒരു സംഭവമാണിത്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതാ ഇവിടെ നമ്മളെ പാത്രങ്ങളുടെ സെക്ഷനാണ്. ഇവിടെ എത്തിയ ഒരു പ്രത്യേക രസമാണ് കേട്ടോ സംഭവം. എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് തോന്നും. ഇപ്പം എനിക്ക് ബ്ലാക്ക് പാത്രങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്, കുറച്ചായിട്ട് തുടങ്ങിയതാണ്. അപ്പം ഞാൻ ബ്ലാക്ക് കാണുന്നതൊക്കെ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ വാങ്ങലുണ്ട്. നിങ്ങൾക്ക് ഷോപ്പിംഗ് ഇഷ്ടമാണോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാനിവിടുന്ന് ബ്ലാക്ക് ചെറിയ ബൗൾസ് എടുത്ത് കുറച്ച്, പിന്നെ പ്ലേറ്റ് ഓൾറെഡി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലാക്ക്. നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയത് ഗൈസ്? ബ്ലാക്ക് കയ്യിലാണോ? അയ്യോ കയ്യില് കാണുന്നില്ല. പിന്നെ മെയിനായിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചൊരു സംഭവമാണ് കേട്ടോ ദോശ തവ. അത് ഓരോന്നും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഈ പ്രസ്റ്റീജിൻ്റെതാണ് വാങ്ങിയത്. പിന്നെ ഇതാ ഈ ചെറിയൊരു ഫ്രൈങ് പാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഒറ്റൊരു ബുൾസൈ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ കറക്റ്റ് പാകമാണ്. ഇവിടെ എല്ലാ സംഭവങ്ങളും കിട്ടും കേട്ടോ, അതായത് ഫുഡ് ഐറ്റംസും പിന്നെ ടോയ്സ്, ഗിഫ്റ്റ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഗിഫ്റ്റിൻ്റെ ഒക്കെ ഫ്ലോറിലാണ് ഉള്ളത്. ഇവർ കുട്ടികൾ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ആണെങ്കിലും കുറച്ചും കൂടി ഫ്ലോറിൽ നല്ല നല്ല ഭംഗിയുള്ള പോട്ട്സും പിന്നെ ഇൻഡോർ പ്ലാന്റ്സും എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ട്. ബ്യൂട്ടിഫുൾ. അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തി. ഇവിടെ ബാഗ് പിന്നെ ചെപ്പൽസ്, ഫാൻസി ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത്. ഞാനിവിടെ റിങ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയായിരുന്നു. റിങ്ങും പിന്നെ നല്ല ഭംഗിയുള്ള ബ്രേസ്ലെറ്റും
വളകളൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ടൈപ്പ് ബാംഗിൾസൊക്കെ. ഞാൻ എവിടെ കാണുമ്പോഴും അത് വാങ്ങലുണ്ട്. പിന്നെ ഇവിടെ ഇതാ ലഭിക്കാത്ത സോപ്പ് പൗഡറും സോപ്പൊക്കെ ഉണ്ടാക്കാനുള്ള പാക്കൊക്കെ എടുക്കുകയാണ്. ഇത് ഏറ്റവും താഴെയുള്ള സെക്ഷനാണ്, ഫുഡ് സ്റ്റഫിൻ്റെ സെക്ഷനാണ്. അപ്പം ഞാനിവിടുന്ന് ചീസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുക്കുകയാണ്. പിന്നെ താഴെ ഇഡ്ഡലി ദോശ ബാറ്റർ ഉണ്ട്, അപ്പോൾ അതും കൂടി എടുത്ത്. ഏതായാലും പുതിയ ദോശത്താവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ നാളെ തന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ദോശ ബാറ്ററും കൂടി എടുത്ത്. പിന്നെ ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. മോഗോ എന്നാണ് ഇതിൻ്റെ പേര് കണ്ടത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അതാണ് ട്രൈ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഉള്ളിലൊരു ജെല്ലി ടൈപ്പൊക്കെ ആയിട്ട്. ഇതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും കണ്ടിട്ട് അവിടെ സ്ട്രോബെറിൻ്റെതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇതാ ലാസ്റ്റ് കുട്ടികൾക്ക് എന്തെങ്കിലും എടുക്കുകയാണ്. അവരെ കൊണ്ടുവരാതെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് ജെല്ലി ബിസ്ക്കറ്റ്സും ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ ഇതാ ടൈമൊക്കെ ലേറ്റായി, എല്ലായിടത്തും ഫുൾ കറങ്ങിയിട്ട് ടൈമൊക്കെ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബില്ല് ചെയ്തിട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കമൻസൊക്കെ പറയുക. ഓക്കെ, ബൈ.